ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആരുമില്ല എന്ന തോന്നലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിന് വിശുദ്ധ കുർബാനയോളം വലിയ ഒരു ശമനമോ പരിഹാരമോ ഇല്ല. കോടിക്കണക്കിന് മനുഷ്യർ ഏതൊക്കെയോ രീതിയിൽ ഊർജം സ്വീകരിക്കുന്ന ആ വലിയ സ്രോതസ്സിന്റെ ഇടമാണ് വിശുദ്ധ കുർബാന. ചുരുക്കത്തിൽ ഓർമ്മകളുടെ ഒരു വലിയ വിമലീകരണം, സൗഖ്യം ഇത് വിശുദ്ധ കുർബാനയിലൂടെ സാധ്യമാകുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1356 മുതൽ 1381 വരെയുള്ള നമ്പറുകളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. കൗദാശിക ബലി, കൃതജ്ഞതാ പ്രകാശനം, അനുസ്മരണം, സാന്നിധ്യം. കാലഘട്ടങ്ങളുടെയും ആരാധനാക്രമങ്ങളുടെയും വൈവിധ്യമുണ്ടായിരുന്നുവെങ്കിലും സത്താപരമായി മാറ്റമില്ലാത്ത ഒരു രൂപത്തിൽ ക്രിസ്ത്യാനികൾ ആരംഭകാലം മുതൽ വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നു. അതിന് കാരണം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. കർത്താവ് തൻ്റെ പീഡാസഹനത്തിൻ്റെ തലേ രാത്രി നമുക്ക് നൽകിയ കൽപ്പന അനുസരിക്കുവാൻ കടമയുണ്ട് എന്ന് ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കർത്താവിൻ്റെ ബലിയുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പന നാം നിവർത്തിയാക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ക്രിസ്തുവിൻ്റെ വാക്കുകളാലും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീർന്ന അവിടുത്തെ സൃഷ്ടിയുടെ ദാനങ്ങളായ അപ്പവും വീഞ്ഞും. അങ്ങനെ ക്രിസ്തു യഥാർത്ഥമായും നിഗൂഢമായും സന്നിഹിതനാക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് 3 കാര്യങ്ങൾ നാം ഇന്ന് പരിഗണിക്കുകയാണ്. ഒന്നാമതായി പിതാവിനോടുള്ള കൃതജ്ഞതാ പ്രകടനവും സ്തുതിയും. 2, ക്രിസ്തുവിൻ്റെയും അവിടുത്തെ ശരീരത്തിൻ്റെയും യാഗപരമായ അനുസ്മരണം. 3, ക്രിസ്തുവിൻ്റെയും വചനത്തിൻ്റെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെയും ശക്തി മൂലമുണ്ടാകുന്ന അവിടുത്തെ സാന്നിധ്യം. പിതാവിനോടുള്ള കൃതജ്ഞതാ പ്രകടനവും സ്തുതിയും. ക്രിസ്തു കുരിശിൽ പൂർത്തിയാക്കിയ നമ്മുടെ രക്ഷയുടെ കൂദാശിയായ കുർബാന സൃഷ്ടികർമ്മത്തെ പ്രതി കൃതജ്ഞതയർപ്പിച്ചുകൊണ്ടുള്ള സ്തുതിയുടെ ഒരു യാഗമാണ്. കൃതജ്ഞതാ ബലിയിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സൃഷ്ടി മുഴുവനും ക്രിസ്തുവിൻ്റെ മരണം, ഉത്ഥാനം എന്നിവയിലൂടെ പിതാവിന് സമർപ്പിക്കപ്പെടുന്നു. സൃഷ്ടിയിലും മനുഷ്യവംശം മുഴുവനിലും ദൈവം നല്ലതും സുന്ദരവും വ്യക്തവുമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാത്തിനും വേണ്ടി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് സ്തുതിയുടെ ബലിയർപ്പിക്കുവാൻ സഭയ്ക്ക് സാധിക്കും. വിശുദ്ധ കുർബാന പിതാവിനോടുള്ള കൃതജ്ഞതാ പ്രകടനത്തിൻ്റെ ഒരു ബലിയാണ്. ദൈവം നമുക്ക് നൽകിയ സകല നന്മകൾക്കും വേണ്ടി, അതായത് സൃഷ്ടികർമ്മം, വീണ്ടെടുപ്പ്, വിശുദ്ധീകരണം എന്നിവയിലൂടെ ദൈവം പൂർത്തിയാക്കിയ എല്ലാറ്റിനും വേണ്ടി സഭ അവിടത്തോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ഒരു വാഴ്ത്തലാണത്. യൂക്കരിസ്തിയ എന്നതിൻ്റെ പ്രാഥമികാർത്ഥം കൃതജ്ഞതാ പ്രകടനം എന്നാണ്. സർവസൃഷ്ടികളുടെയും പേരിൽ സഭ ദൈവത്തിന് ആലപിക്കുന്ന സ്തുതിയുടെ യാഗവും കൂടിയാണ് വിശുദ്ധ കുർബാന. ക്രിസ്തുവിലൂടെ മാത്രമേ സ്തുതിയുടെ ഈ യാഗം സാധ്യമാവുകയുള്ളൂ. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെയും അവിടുത്തെ ശരീരമായ സഭയുടെയും യാഗപരമായ അനുസ്മരണം. വിശുദ്ധ കുർബാന പെസഹായുടെ അനുസ്മരണമാണ്. അവിടുത്തെ അനന്യമായ ബലിയുടെ സന്നിഹിതമാക്കലും അവിടുത്തെ ശരീരമായ സഭയുടെ ആരാധനയിൽ നടക്കുന്ന കൗദാശിക സമർപ്പണവുമാണ്. എല്ലാ സ്തോത്രയാഗ പ്രാർത്ഥനകളിലും സ്ഥാപനവാക്യങ്ങൾക്ക് ശേഷവും അനംനെസിസ് അഥവാ അനുസ്മരണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളിലുള്ള അർത്ഥമനുസരിച്ച് അനുസ്മരണം എന്നത് കഴിഞ്ഞ സംഭവങ്ങളുടെ ഓർമ്മിക്കൽ മാത്രമല്ല, ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത വിസ്മയനീയമായ കാര്യങ്ങളുടെ പ്രഘോഷണവും കൂടിയാണത്. ഈജിപ്തിൽ നിന്നുള്ള തൻ്റെ വിമോചനത്തെ
ഇസ്രായേൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: പെസഹ ആഘോഷിക്കുന്ന ഓരോ സന്ദർഭത്തിലും പുറപ്പാട് സംഭവങ്ങൾ വിശ്വാസികളുടെ സ്മരണയിൽ സന്നിഹിതമാകുന്നു. അവരുടെ ജീവിതം അവയോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടിയാണത്. പുതിയ നിയമത്തിൽ അനുസ്മരണത്തിന് പുതിയ അർത്ഥം നാം കാണുന്നു. സഭ കുർബാന ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പെസഹ അനുസ്മരിക്കുന്നു, അതിനെ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവാകുന്ന നമ്മുടെ പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ട കുരിശിലെ യാഗം അൾത്താരയിൽ ആഘോഷിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. കുർബാന ക്രിസ്തുവിൻ്റെ പെസഹായുടെ അനുസ്മരണമാകയാൽ അത് ബലി കൂടിയാണ്. കുർബാനയുടെ ബലിപരമായ സ്വഭാവം സ്ഥാപനവാക്യങ്ങളിൽ തന്നെ വെളിവാക്കപ്പെടുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-20 തിരുവചനം പറയുന്നു: നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണിത്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ക്രിസ്തുവിന് സമർപ്പിച്ച അതേ ശരീരം കുർബാനയിൽ അവിടുന്ന് നമുക്ക് നൽകുന്നു. പാപപരിഹാരാർത്ഥം അനേകർക്കായി ചിന്തിയ അതേ രക്തം വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് നമുക്ക് നൽകുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. കാരണം അത് കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്. അത് കുരിശിലെ ബലിയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുന്നു. ക്രിസ്തുവിൻ്റെ ബലിയും കുർബാനയാകുന്ന ബലിയും ഒരേ ഒരു ബലിയാണ്. ബലിവസ്തു ഒന്ന് തന്നെയാണ്. അന്ന് കുരിശിൽ തന്നെ അർപ്പിച്ചവൻ തന്നെയാണ് ഇന്ന് പുരോഹിതന്മാരുടെ ശുശ്രൂഷയിലൂടെ സമർപ്പിക്കുന്നത്. സമർപ്പണത്തിൻ്റെ രീതിക്ക് മാത്രമേ വ്യത്യാസം കാണുന്നുള്ളൂ. കുർബാനയിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ദൈവിക ബലിയും ഒരിക്കൽ രക്തം ചിന്തി കുരിശാകുന്ന അൾത്താരയിൽ തന്നെ സമർപ്പിച്ച ക്രിസ്തു സന്നിഹിതനാവുകയും രക്തരഹിതമായ വിധത്തിൽ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കുർബാന സഭയുടെ കൂടി ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗവാക്കാകുന്നു. അവിടത്തോടു കൂടെ അവൾ മുഴുവനായും സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവിൻ്റെ മുൻപാകെ അവിടുന്ന് വഹിക്കുന്ന ഈ മാധ്യസ്ഥ്യത്തോട് സഭ തന്നെ ചേർക്കുന്നു. അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു. സഭ മുഴുവനും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോടും മാധ്യസ്ഥ്യത്തോടും ഐക്യപ്പെട്ടിരിക്കുന്നു. സഭയിൽ പത്രോസിൻ്റെ ശുശ്രൂഷ നടത്തുന്ന മാർപ്പാപ്പ ഓരോ കുർബാനയാഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ സാർവത്രിക സഭയുടെ ഐക്യത്തിൻ്റെ അടയാളവും സേവകനും എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയപ്പെടുന്നു. ഒരു പുരോഹിതൻ അധ്യക്ഷനായിരിക്കുമ്പോഴും സ്ഥലത്തെ മെത്രാനാണ് എപ്പോഴും കുർബാനയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. വൈദിക സംഘത്തിൻ്റെ മധ്യേ ഡീക്കന്മാരുടെ സഹായത്തോടെ പ്രാദേശിക സഭയിൽ മെത്രാൻ അധ്യക്ഷത വഹിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ മെത്രാന്റെ പേര് പറയപ്പെടുന്നു. സമൂഹത്തിനു വേണ്ടിയും സമൂഹത്തോടൊപ്പവും ബലിയർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും സമൂഹം വിശുദ്ധ ബലിയിൽ മാധ്യസ്ഥ്യം യാചിക്കുന്നു. അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നു: മെത്രാന്റെ അധ്യക്ഷതയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു കുർബാന അല്ലെങ്കിൽ അദ്ദേഹം വരമേൽപ്പിച്ചിട്ടുള്ള വ്യക്തി അർപ്പിക്കുന്ന കുർബാന അതുമാത്രമേ നിയമാനുസൃതമായി കരുതപ്പെടാവൂ. ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അംഗങ്ങൾ മാത്രമല്ല, സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേർന്ന അംഗങ്ങളും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് ഒന്നിപ്പിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ഒന്നു ചേർന്നുകൊണ്ടും അവരെയെല്ലാം അനുസ്മരിച്ചുകൊണ്ടും സഭ സ്തോത്രയാഗം അർപ്പിക്കുന്നു. മറിയത്തോടുകൂടെ കുരിശിൻ ചുവട്ടിൽ എന്ന പോലെ വിശുദ്ധ കുർബാനയിൽ സഭ ക്രിസ്തുവിൻ്റെ ബലിയോടും മാധ്യസ്ഥ്യത്തോടും ഐക്യപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവരും
ഇനിയും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാത്തവരുമായ മരിച്ച വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്കും സമാധാനത്തിലേക്കും പ്രവേശിക്കാനായി അവർക്ക് വേണ്ടി സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്നു. കുർബാനയിൽ നാം ആഘോഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ബലിയിൽ കൂടുതൽ പൂർണ്ണതയോടെ പങ്കുചേരാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന വിശ്വാസ പ്രബോധനം വിശുദ്ധ ആഗസ്തീനോസ് വിസ്മയനീയമായ വിധത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. പൂർണ്ണമായി വീണ്ടെടുക്കപ്പെട്ട ഈ നഗരം, വിശുദ്ധരുടെ ഈ സമ്മേളനവും സമൂഹവും ദൈവത്തിന് സാർവത്രിക ബലിയെന്ന നിലയിൽ പ്രധാന പുരോഹിതനാൽ സമർപ്പിക്കപ്പെടുന്നു. നാം മഹത്തായ ഒരു ശിരസിൻ്റെ ശരീരമാകേണ്ടതിന് അവിടുന്ന് അടിമയുടെ രൂപത്തിൽ തൻ്റെ പീഡാസഹനത്തിൽ നമുക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. ഇതാണ് ക്രിസ്ത്യാനികളുടെ ബലി. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലരായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. സഭ ഈ ബലി വിശ്വാസികൾക്ക് സുപരിചിതമായ അൾത്താരയിലെ കൂദാശയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമതായി നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയാലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തൻ്റെ സഭയിൽ വിവിധ രീതികളിൽ സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ വചനത്തിൽ, അവിടുത്തെ സഭയുടെ പ്രാർത്ഥനയിൽ, അവിടുന്ന് സ്ഥാപിച്ച കൂദാശകളിൽ, അതുപോലെ തന്നെ കാർമ്മികന്റെ വ്യക്തിത്വത്തിലും അവിടുന്ന് സന്നിഹിതനാണ്. എന്നാൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ അവിടുന്ന് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിൽ സന്നിഹിതനായിരിക്കുന്നു. ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനന്യമാണ്. അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയും എല്ലാ കൂദാശകളുടെയും ലക്ഷ്യവും എന്ന നിലയിൽ കുർബാനയെ സകല കൂദാശകളെയും കാൾ ഉന്നതമാക്കുന്നു. ഏറ്റവും പരിശുദ്ധമായ കുർബാനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവികതയോടും കൂടി സത്യമായും യഥാർത്ഥമായ സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇതിനെ യഥാർത്ഥ സാന്നിധ്യം എന്ന് വിളിക്കുന്നു. സാന്നിധ്യം സമുന്നതമായ രീതിയിലായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെടുന്നത്. അതായത് ദൈവവും മനുഷ്യനുമായ ക്രിസ്തു തന്നെ സമഗ്രമായും പൂർണ്ണമായും സന്നിഹിതനാക്കുന്ന സത്താപരമായ ഒരു സാന്നിധ്യമാണിത്. അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂദാശയിൽ സന്നിഹിതനാകുന്നത്. ഈ മാറ്റത്തിന് ഹേതുവായ ക്രിസ്തുവിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനുമുള്ള ഫലദായകത്വത്തിൽ സഭയ്ക്കുള്ള വിശ്വാസത്തെ സഭാപിതാക്കന്മാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുവാൻ മനുഷ്യനല്ല, നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു തന്നെയാണ് കാരണമായി തീരുന്നത്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു. പക്ഷേ അവയുടെ ശക്തിയും അനുഗ്രഹവും ദൈവത്തിൻ്റെതാണ്. ഇത് എൻ്റെ ശരീരമാകുന്നുവെന്ന് പുരോഹിതൻ പറയുന്നു. ഈ വാക്ക് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുന്നു. തെന്ത്രോസ് സോനഹദോസ് കത്തോലിക്ക വിശ്വാസത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ താൻ സമർപ്പിക്കുന്നത് തൻ്റെ ശരീരമാണെന്ന് നമ്മുടെ രക്ഷകനായ ക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് അത് എന്നും ദൈവത്തിൻ്റെ സഭയുടെ ബോധ്യമായിരുന്നു. ഇക്കാര്യം വിശുദ്ധ സോനഹദോസ് ഇപ്പോൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. അപ്പവും വീഞ്ഞും കൂദാശ ചെയ്യപ്പെടുമ്പോൾ അപ്പത്തിൻ്റെ മുഴുവൻ സത്തയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സത്തയാവുകയും വീഞ്ഞിൻ്റെ മുഴുവൻ സത്തയും അവിടുത്തെ രക്തത്തിൻ്റെ സത്തയാവുകയും ചെയ്യുന്നു. മാറ്റം സംഭവിക്കുന്നു. ഈ മാറ്റത്തെ സത്താഭേദമെന്ന് കത്തോലിക്ക സഭ
ഉചിതവും യുക്തവുമായി വിളിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യ സാന്നിധ്യം കൂദാശ കർമ്മത്തിൻ്റെ നിമിഷം മുതൽ തുടങ്ങുകയും ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് തുടരുകയും ചെയ്യുന്നു. സാദൃശ്യങ്ങളിൽ ഓരോന്നിലും ക്രിസ്തു പൂർണ്ണമായും സമഗ്രമായും സന്നിഹിതനാണ്. അവയുടെ ഓരോ ഭാഗത്തിലും പൂർണ്ണമായും സമഗ്രമായും അവിടുന്ന് സന്നിഹിതനാണ്. അതുകൊണ്ട് അപ്പത്തിൻ്റെ വിഭജിക്കൽ ക്രിസ്തുവിനെ വിഭജിക്കുന്നില്ല. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിലുള്ള ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള നമ്മുടെ വിശ്വാസം കുർബാനയുടെ ആരാധനാക്രമത്തിൽ പല രീതികളിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ അടയാളമായി വിശുദ്ധ കുർബാന മധ്യേ നാം മുട്ടുകുത്തുന്നതും നന്നായി കുമ്പിടുന്നതും അവയിൽപ്പെടുന്നു. കത്തോലിക്ക സഭ ദിവ്യകാരുണ്യ കൂദാശയ്ക്ക് കുർബാനയുടെ സമയത്ത് മാത്രമല്ല, കുർബാനയ്ക്ക് പുറമേയും ആരാധന അർപ്പിച്ചിരുന്നു, ഇപ്പോഴും അർപ്പിക്കപ്പെടുന്നു. കൂദാശ ചെയ്യപ്പെട്ട ഓസ്തികൾ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ടും വിശ്വാസികളുടെ ആഘോഷപൂർവകമായ ആരാധനയ്ക്ക് അവ പ്രദർശിപ്പിച്ചുകൊണ്ടും അവയെ സംവഹിച്ച് പ്രദക്ഷിണം നടത്തിക്കൊണ്ടും ഇത് ചെയ്യുന്നു. രോഗികൾക്കും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതരാകാൻ കഴിയാത്തവർക്കും കുർബാനയ്ക്ക് പുറമേ കൊണ്ടുപോയി കൊടുക്കുവാൻ ദിവ്യകാരുണ്യം യോഗ്യമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് സക്രാരി ആദ്യമായി ഉദ്ദേശിക്കപ്പെട്ടത്. ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള വിശ്വാസം ആഴപ്പെട്ടപ്പോൾ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളുടെ കീഴിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ നിശബ്ദമായി ആരാധിക്കുന്നതിൻ്റെ അർത്ഥം സഭയ്ക്ക് ബോധ്യപ്പെട്ടു. ഇക്കാരണത്താൽ പള്ളിയിലെ സവിശേഷമാംവിധം യോഗ്യമായ സ്ഥലത്ത് സക്രാരി സ്ഥാപിക്കപ്പെടുന്നു. അനന്യമായ രീതിയിൽ തൻ്റെ സഭയിൽ സന്നിഹിതനായിരിക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചു എന്ന് നാം ചിന്തിക്കുന്നത് സമുചിതമാണ്. ക്രിസ്തു തൻ്റെ ദൃശ്യരൂപം വിട്ട് തനിക്ക് സ്വന്തമായിട്ടുള്ളവരിൽ നിന്നും പിരിഞ്ഞു പോകാറായപ്പോൾ തൻ്റെ കൗദാശിക സാന്നിധ്യം നമുക്ക് നൽകാൻ അതിയായി ആഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ രക്ഷിക്കാൻ തന്നെ കുരിശിൽ സമർപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അതുകൊണ്ട് അവസാനം വരെ തൻ്റെ ജീവൻ നൽകുവോളം നമ്മെ സ്നേഹിച്ച അവിടുന്ന് നമ്മെ രക്ഷിക്കാൻ തന്നെ കുരിശിൽ സമർപ്പിക്കാറായപ്പോൾ ആ സ്നേഹത്തിൻ്റെ സ്മാരകം നമുക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചു. നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തന്നെ നൽകുകയും ചെയ്തവൻ എന്ന നിലയിൽ ക്രിസ്തു തൻ്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ തൻ്റെ സ്നേഹത്തെ പ്രകടമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്ന സാദൃശ്യങ്ങളുടെ കീഴിൽ നിഗൂഢമായ വിധത്തിൽ നമ്മുടെ മധ്യേ വസിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു, ഈ കൂദാശയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമുണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, ദൈവികമായ ആധികാരികതയിൽ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്കിത് ഗ്രഹിക്കാൻ കഴിയൂ. അനുദിനവും ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ദിവ്യകാരുണ്യം ഭക്തിപൂർവം സ്വീകരിച്ച് ആ സാന്നിധ്യ അനുഭവത്തിൽ ബലിയുടെ ജീവിതം നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. ഈശോയുടെ പെസഹ രഹസ്യമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. അനുദിനവും ദിവ്യബലിയിൽ ഭക്തിപൂർവം പങ്കുചേർന്നുകൊണ്ട് അനേകായിരങ്ങളിലേക്ക് ബലി അനുഭവം പകർന്നു നൽകിക്കൊണ്ട് ഈ പരീക്ഷാ കാലഘട്ടം ഏറ്റവും അനുഗ്രഹപ്രദമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.